ഹലോ ഗൈസ്, മല്ലൂട്ടേക്കാണ്. ഓക്കെ, ആരോഗ്യരംഗത്ത് ഒന്നാം സ്ഥാനം ഉള്ള കേരളത്തിൽ നിന്നുള്ളൊരു ന്യൂസാണത്. തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിൽ തൈറോയിഡ് ചികിത്സയ്ക്ക് വന്ന 26-കാരിന് നെഞ്ചിൽ ട്യൂബ് എന്തോ മറന്നു വെച്ച് ഡോക്ടർമാർ. അത് മനസ്സിലാക്കണം, ഒന്നാം സ്ഥാനമാണ് നമുക്ക് കേരളത്തിൽ. ഓക്കെ, നമ്മുടെ എന്താ പറയാ, CM ഒക്കെ പറഞ്ഞത് ഒന്നാം സ്ഥാനമാണ്. എന്നിട്ട് മറ്റേ അമേരിക്കയിൽ, ആഫ്രിക്കയിൽ, ഉഗാണ്ടയിലൊക്കെ പോയിട്ടാണ് എന്ത് ചെയ്യണത്, മറ്റേ ചികിത്സിക്കണം. അത് വേറെ കാര്യം. ഒന്നാം സ്ഥാനം ആയതുകൊണ്ടാണ് അമേരിക്കയിലും ആഫ്രിക്കയിലും ഉഗാണ്ടയിലൊക്കെ പോണത്. അത് വേറെ കാര്യം. പിന്നെ ഇതിപ്പോ ഒന്നാമത്തെ കേസൊന്നുമല്ല. വേറെ ഏതോ ഇതേപോലെ തന്നെ ഒരു ഗവൺമെന്റ് ഹോസ്പിറ്റലില് യുവതിന്റെ വയറ്റിലെന്തോ കത്രിക എന്തോ മറന്നു വെച്ച സംഭവങ്ങളും ഉണ്ടായിരുന്നു. ഡോക്ടർമാരാണ്. അല്ല, ഞാൻ ആലോചിച്ച് നോക്കുകയാണ്, ഇവന്മാരൊക്കെ എവിടെ നിന്നാണ് MBBS എടുക്കണത്? പല ബ്ലാക്കിലും സർട്ടിഫിക്കറ്റ് ഒപ്പിച്ചതാണോ എന്നൊക്കെ അന്വേഷിക്കണം ഇതൊക്കെ. കാരണം ഒരു സർജറി കഴിഞ്ഞിട്ട് ഇപ്പൊ ട്യൂബ് മറന്നു വെക്കുക, ഇതിന്റെ മുന്നേ കത്രിക മറന്നു വെക്കുക, ഇങ്ങനെ എത്ര കേസുകള്. ഇതിപ്പോ ഓരോ കൊല്ലത്തിലും എന്താ പറയാ, ഓരോ മാസത്തിലും ഓരോന്ന് വെച്ച് കാണാം നമുക്ക്. ഓക്കെ, അപ്പം സർക്കാരിനോട് പറഞ്ഞിട്ട് കാര്യമില്ല. സർക്കാരിനൊക്കെ നിലത്തിറക്കി വിടേണ്ട സമയം കഴിഞ്ഞിട്ടുണ്ട്. അടുത്ത ഇലക്ഷനെങ്കിലും വരുമ്പോ നോക്കി വോട്ട് ചെയ്യുക. ആരോഗ്യരംഗം ആര് ഭരിച്ചിട്ടും കാര്യമില്ല, പാവപ്പെട്ട ജനങ്ങൾക്ക് തന്നെയാണ് എന്നും പ്രശ്നം. ഇപ്പൊ വേറെ ന്യൂസ് ഉണ്ടായിരുന്നു, യൂറോളജി ഡിപ്പാർട്ട്മെന്റിൽ ഉള്ളൊരു ഡോക്ടർക്കെതിരെ. അതും അവിടെ ഹോസ്പിറ്റലില്, ഏതാ ഹോസ്പിറ്റലെന്ന് എനിക്കിപ്പോൾ ഓർമ്മല്ല, അവിടെയുള്ള ഹോസ്പിറ്റലിൽ മതിയായ ഉപകരണങ്ങളില്ല എന്ന് പറഞ്ഞിട്ടാണ് ഡോക്ടർ പറഞ്ഞപ്പം. അവിടെ ഉപകരണങ്ങൾ ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടും ഡോക്ടർ ഡിപ്പാർട്ട്മെന്റില് ഉപകരണങ്ങൾ കാണാനില്ല. അത് മോഷ്ടിച്ചെന്നും പറഞ്ഞ ഡോക്ടറെ പേരില് കേസ് എടുക്കാൻ പോയ മന്ത്രിയും മന്ത്രിസഭയും ആരോഗ്യ വകുപ്പാണ് കേരളത്തിലുള്ളത്. ഓക്കെ, ഇത് കേട്ടോണ്ടിരിക്കുന്ന ജനങ്ങളോട് എനിക്ക് ഇത്ര പറയാനുള്ളൂ. നമ്മൾ പ്രതിഷേധിക്കാൻ ഇറങ്ങിയിട്ടില്ല എന്നുണ്ടെങ്കിൽ, അതല്ല അടുത്ത വട്ടം ഈ സർക്കാരിനെ തന്നെ കയറ്റി കഴിഞ്ഞാല് നമ്മളെ ജീവിതവും മരണം നല്ല രീതിക്ക് നശിപ്പിക്കും. ഓക്കെ, 4 കിറ്റ് കിട്ടിയപ്പോ വോട്ട് ചെയ്ത പോലെ ഈ വട്ടം എന്തേലും നക്കാൻ തരുമ്പോ വോട്ട് കൊടുത്തു കഴിഞ്ഞാല് അടുത്ത 5 കൊല്ലം നാറിയ ഭരണം തന്നെ കാണേണ്ടി വരും. ഓക്കെ, എനിക്ക് പറയാനുള്ള എന്താ വെച്ചാൽ കമന്റ് ആയിട്ട് രേഖപ്പെടുത്താം. പുതിയൊരു വീഡിയോ നാളെ കാണാം.